പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോനിക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ഹല്ലേലൂയ. തൻ്റെ നിജപുത്രനായ തിമോഥെയോസിനെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ ആക്കി നിർത്തുന്നു. എഫെസോസിൽ ഒരു വേല ഏൽപ്പിച്ച് താൻ അവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. തൻ്റെ കൂടെ സന്തത സഹചാരിയായി നടന്ന ഹല്ലേലൂയ തിമോഥെയോസിനെ ആ ദേശത്ത് വിട്ടുവരുവാൻ പൗലോസിന് ഹല്ലേലൂയ മനസ്സായി. പൗലോസിന് അതിൻ്റെ പുറകിൽ ചില ഉദ്ദേശങ്ങൾ ഉണ്ട്. ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ എഫെസോസിൽ പൗലോസ് ഹല്ലേലൂയ തിമോഥെയോസിനെ നിർത്തിയതുപോലെ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, നമ്മളെയും പല എഫെസോസിൽ നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. തൻ്റെ പ്രിയ മകനായ ഹല്ലേലൂയ തിമോഥെയോസ എങ്കിലും ഒരു ദിവസം ആ തിമോഥെയോസിനെ ഹല്ലേലൂയ ഒരു വലിയ വേലയ്ക്ക് വേണ്ടി ചില സ്ഥലങ്ങളിൽ നിർത്തുവാൻ പൗലോസിന് മനസ്സായി. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ നാമത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലെ, നീ ദൈവത്തിൻ്റെ പ്രിയ പൈതലായതുകൊണ്ട് നിന്നെയും ചില സ്ഥലങ്ങളിൽ നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ എഫെസോസിൽ താമസിക്കണം. പ്രിയരെ, നിങ്ങളുടെ ലൈഫിനകത്തും ചില എഫെസോസ് ദൈവം ഒരുക്കുന്നുണ്ട്. ഈ എഫെസോസ് ഒരുപക്ഷെ വലിയ പോർക്കളത്തിൻ്റെ സ്ഥലമായിരിക്കാം. എഫെസോസ് വലിയ പട്ടണ നഗരമായിരിക്കാം. എഫെസോസിൽ അന്യ ആരാധന നിറഞ്ഞ സ്ഥലമായിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് 3 വർഷത്തോളം അവിടെ വേല ചെയ്ത് താൻ സ്ഥാപിച്ച സഭയാണ്. വലിയ വീര്യപ്രവൃത്തികൾ വെളിപ്പെട്ടു വന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇതാ തൻ്റെ മകനെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. തൻ്റെ മകനായ തിമോഥെയോസിനോട് പറഞ്ഞു, ഇവിടെ നീ വചനം പ്രസംഗിക്കണം. സമയത്തിലും അസമയത്തിലും നീ കർത്താവിനെ ഉയർത്തുവാൻ തയ്യാറായി നിൽക്കണം. ഹല്ലേലൂയ. മാത്രവുമല്ല, ഇവിടെ അന്യത ഉപദേശിക്കുന്ന അനേകരും വന്നെന്നിരിക്കാം. തർക്കങ്ങളും വംശാവലി കഥകളും ഇവിടെ ഉയർന്നു വന്നെന്നിരിക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ഒരു ദൈവ പൈതലായി നീ ജീവിക്കണം. പ്രിയരെ, ഈ രാവിലെ സമയത്തും ദൈവം അതേ ദൂത് നമുക്കും കൈമാറുകയാണ്. ഹല്ലേലൂയ. തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട ഈ ഭൂമിയിൽ താൻ വില കൊടുത്ത് വാങ്ങിയ സഭയെ പരിപാലിക്കാൻ ദൈവം ചില തിമോഥെയോസുമാരെ ഇന്ന് പകൽക്കാലവും വിളിക്കുന്നു. ഒരുപക്ഷെ നിന്നെ കൊണ്ടു നിർത്തുന്നത് എഫെസോസിലായിരിക്കാം. പ്രിയരെ, ആ എഫെസോസിൽ നമ്മുടെ കർത്താവ് വില കൊടുത്തതാ. പൗലോസ് സ്ഥാപിച്ചതുപോലെ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രൻ്റെ രക്തത്തിലൂടെ സ്ഥാപിച്ച സഭയെ പണിയാൻ പരിപാലിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ വിളിയിലേക്ക് കയറി നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളെ ആക്കിയ എഫെസോസിൽ ഒരുപക്ഷെ പോരാട്ടം വന്നെന്നിരിക്കാം, പ്രതിസന്ധി വന്നെന്നിരിക്കാം. അതിൻ്റെ നടുവിലും നിങ്ങളെ ജയത്തോടെ നടത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ 3 സംവത്സരം ഹല്ലേലൂയ അവിടെ ദൈവവചനം പഠിപ്പിച്ചു. കർത്താവിന് വേണ്ടി നിന്നു. ആ ദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു. അസാധാരണ വീര്യപ്രവൃത്തികൾ ചെയ്തു. പ്രിയരെ, ഹല്ലേലൂയ 33.5 തിരുവയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ച നമ്മുടെ കർത്താവും ഹല്ലേലൂയ തൻ്റെ പരസ്യ ജീവിതം ഏകദേശം 3.5 വർഷത്തോളം ഈ ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ച് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. പ്രിയരെ, അതേ വേല നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുക. തമ്പുരാൻ തുടങ്ങിയ സ്ഥാനത്ത് ഹല്ലേലൂയ തൻ്റെ ശുശ്രൂഷ ചെയ്യാൻ, തനിക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാൻ ദൈവം നമ്മെ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. പുരാതന കാലത്തിൽ ഏറ്റവും വലിയൊരു സഭയുടെ ബിഷപ്പായി ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ആ തിമോഥെയോസിനെ തൻ്റെ പുത്രനെ തിരഞ്ഞെടുത്തതുപോലെ ഈ കാലഘട്ടത്തിൽ ഒരു ഉണർവിൻ്റെ വക്താവായി തീരാൻ, വലിയ ശുശ്രൂഷ ചെയ്യാൻ പ്രിയരെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തുണ്ടല്ലോ, നിങ്ങളായിരിക്കുന്ന കുടുംബത്തിലുണ്ടല്ലോ, നിങ്ങളായിരിക്കുന്ന ജോലി സ്ഥലത്തുണ്ടല്ലോ, കർത്താവിൻ്റെ വേല ചെയ്യാൻ, കർത്താവിന് വേണ്ടി ഉപദേശിക്കാൻ, കർത്താവിന് വേണ്ടി വാ തുറക്കാൻ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നീ നിൽക്കാൻ തയ്യാറാണോ? സ്റ്റേ ഇൻ എഫെസോസ്. എഫെസോസിൽ നിൽക്കുക, എഫെസോസിൽ താമസിക്കുക. അവിടെ ഒരു ഉണർവുണ്ട്. ആ കാലഘട്ടത്തിൽ വലിയ സഭ അവിടെ സ്ഥാപിക്കപ്പെട്ടു. പ്രിയരെ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വലിയ വേല ദൈവം നിങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നു. അല്പ
അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലവും ആ ഒരു മാൻറ്റിൽ, ആ ഒരു പുതപ്പ് നിൻ്റെ മേലിടാൻ ആഗ്രഹിക്കുക. നീ ഒന്ന് ഏൽപ്പിക്കാൻ തയ്യാറാണോ? നീ ഒന്ന് സംസാരിക്കാൻ തയ്യാറാണോ? ഈ തലമുറയിലും കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറെങ്കിൽ എഫെസോസ് ഒരു ചരിത്രമായി മാറും. എഫെസോസിൽ വലിയ ചരിത്രത്തെ തിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നിന്നിലൂടെ ചെയ്യും. നീ എഫെസോസിൽ താമസിക്കണം. നീ നിൽക്കുന്ന എഫെസോസിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയരുത്. ഒരു പക്ഷേ അവിടെ അന്യ ആരാധന ഉണ്ടെന്ന് വരാം, തർക്കങ്ങൾ ഉണ്ടെന്ന് വരാം, പ്രതിസന്ധികൾ ഉണ്ടെന്ന് വരാം. എന്നാൽ അതിൻ്റെ നടുവിൽ ജയത്തോടെ കൊണ്ടുവരുവാൻ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു സഭയാക്കി അതിനെ മാറ്റാൻ പറ്റുമെങ്കിൽ, പ്രിയരെ, നീ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, നീ ആയിരിക്കുന്ന ബിസിനസ് ഉണ്ടല്ലോ, നീ ആയിരിക്കുന്ന ശുശ്രൂഷയുണ്ടല്ലോ, അതിനെ ഒരു വലിയ അനുഗ്രഹമാക്കി മാറ്റാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചാൽ മാത്രം മതി. അവൻ്റെ വിളിയൊന്ന് കേട്ട് അവൻ്റെ വിളിക്കൊന്ന് ഉത്തരം പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താൽ നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. എഫെസോസിൽ താമസിക്കുക, എഫെസോസിൽ താമസിക്കുക. അതിനുവേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വലിയ വേലകൾ ദൈവം തന്നതിനാൽ സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് പകൽക്കാലവും ദൈവമാക്കിയിരിക്കുന്ന സ്ഥലത്ത് വിശ്വസ്തയോടെ നിൽക്കാൻ, ഹല്ലേലൂയ, വീരോടെ പോരാടുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.